നിലവിളി നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഒരു കുഞ്ഞിനെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. ചലനമറ്റ അവൻ്റെ ശരീരം നമുക്ക് കാണാൻ കഴിയും. ഈ ദുരന്തം വലിയ പാഠമാവുകയാണ്. ഈ ദുരന്തം കണ്ട് ഇനിയെങ്കിലും പാഠം പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. ഈ ദുരന്തം വലിയ ഓർമ്മപ്പെടുത്തലായി എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ്. അമിത വേഗതയിലൂടെ പോകുന്നവർക്ക് ഇത് നൽകുന്ന പാഠം അതീവ വലുതാണ്. സ്വാഭാവികമായൊരു ഹൈവേ ആണ്, അവിടെ വേഗതയിൽ വാഹനങ്ങൾ പോകാം. പക്ഷേ ഒരു സ്കൂളിൻ്റെ പരിസരത്തെത്തുമ്പോൾ കൃത്യമായ ബോർഡുകളും അതുപോലുള്ള നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ടുപോകാൻ വാഹനങ്ങൾ തയ്യാറാകും. പ്രത്യേകിച്ച് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ന്യൂസ് 18 അറിയിക്കുന്നുണ്ട്. ഇതുപോലുള്ള ലോറികൾ വൈകുന്നേരങ്ങളിൽ നിയന്ത്രിക്കണം എന്ന്, ടിപ്പർ ലോറികളൊക്കെ വൈകുന്നേരങ്ങളിൽ നിയന്ത്രിക്കുന്നത് നല്ലതാകും എന്ന് ചിലർ ന്യൂസ് 18 ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ ലോറി, കാർ കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നവർ ഉണ്ട്. അമിത വേഗത എത്ര വലിയ അപകടം വലിച്ചു വെളുത്തുന്നു എന്ന് ചിലർ നമുക്ക് യൂട്യൂബിലൂടെ അവരുടെ പ്രതികരണങ്ങളായി നൽകുന്നു. വാഹനങ്ങളുടെ നിറത്തിൽ ഒക്കെ ശ്രദ്ധിക്കണം, നിറം മാറ്റം വരുത്തണം എന്നതിന് അഭിപ്രായം ഉണ്ട്. ഇത് എല്ലായിടത്തും നടക്കുന്ന വാഹനാപകടങ്ങളെ കൂടുതൽ ഗൗരവമായി കാണണം എന്ന് പറയുന്നവർ ഉണ്ട്. കഴിഞ്ഞ ദിവസം ബസ് ഇടിച്ച അപകടമുണ്ടായ തിരുവനന്തപുരത്തെ സംഭവം അത് പങ്കുവയ്ക്കുന്നു മറ്റൊരു പ്രേക്ഷകൻ. അങ്ങനെ റോഡ് നന്നാകുമ്പോൾ വാഹനങ്ങൾ ചീറിപ്പായുന്നു. പലപ്പോഴും അത് സ്കൂളിൻ്റെ പരിസരമാണെന്ന് ഓർക്കാതെ പോകുന്നു. സ്പീഡ് ലിമിറ്റ് കാറ്റിൽ പറത്തുന്നു. അങ്ങനെ നിരവധി നിയമലംഘനങ്ങൾ നടക്കുന്നു എന്ന് ആളുകൾ ഓർമ്മിപ്പിക്കുന്നു. അത് ഒരു അമ്മയുടെ നിലവിളിയാണ്. ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത ഒരു കുഞ്ഞിനോട് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്ന ഒരമ്മയുടെ രോദനം. ഷംന, 3 കുട്ടികൾ നഷ്ടമായി എന്നുറപ്പായി. ഒരു സ്കൂളിന് ഒരു പരീക്ഷക്കാലത്തിന് താങ്ങാനാകാത്ത വേദന. ഒരുപക്ഷെ ക്രിസ്മസ് അവധിക്ക് മുമ്പ് നടക്കുന്ന പരീക്ഷ, ഇനിയൊരു അവധിക്കാലം ആഘോഷിക്കാനുള്ള മനസ്സും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തവരും ഒക്കെയാണ് ഈ കുട്ടികൾ. വീട്ടിലേക്ക് ഇന്ന് അവർ മടങ്ങിപ്പോകുമ്പോൾ പരീക്ഷ എങ്ങനെ എഴുതി എന്ന് ചോദിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ആണ് ഈ ദുരന്ത വാർത്ത നമ്മൾ പറയേണ്ടി വരുന്നത്. ഇതുപോലെ ഒരു ദുരവസ്ഥ ആണ് നമുക്ക് മുന്നിലുള്ളത്. 2 കുട്ടികൾ മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനയമ്പാടത്തെ ഈ ഹൈവേയിൽ ഈ അപകടം നടന്നിരിക്കുന്നു. ഇവർ ഇന്ന് 3:15 സ്കൂൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. 3 പേർ മരിച്ചു. അവർ റിസാഫ് ആശുപത്രിയിലാണ് ഉള്ളത്. ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക്. MP രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ MP രാജേഷ്,